സമ്മാനമല്ല, നമ്മുടെ പ്രോഗ്രാം ഭംഗിയാക്കുക. പ്രോഗ്രാം നോക്കുമോ സ്വപ്നത്തിലുള്ള പറഞ്ഞു, ബാ ഒച്ച മുടിയേക്ക് പഠിക്കാ, ബാ എല്ലാ കഷ്ടപ്പാടും ചോദിച്ചു, നിനക്ക് പഠിക്കണമെന്ന് ചോദിച്ചു. അപ്പൊ അമ്മ ആന്ന് പറഞ്ഞു, മുടി കുത്തി താളത്തിൽ പാടന. എന്നിട്ട് ഞാൻ പഠിത്തം നിർത്തി, പൈസ കൊടുക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് ഞാനത് അവളെ നിർത്തി വെച്ച്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ സുധീഷ് തേനൂർ. ഞാനിപ്പോ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തി പെരുമ്പള്ളിയിലാണ്. ഇവിടുത്തെ ഒരു കലാകാരിയെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കലാകാരി ആരാണെന്നും കലാകാരിയുടെ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സുരഭി ചേച്ചി നമസ്കാരം. അപ്പൊ എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നിപ്പോ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ സുരഭി ചേച്ചിയുടെ വിശേഷങ്ങളാണ്. എന്തൊക്കെയാണ് ചേച്ചി പുതിയ വിശേഷങ്ങള്? പുതിയ വിശേഷങ്ങൾ, എനിക്ക് ബ്ലോക്ക് തലത്തില് മുടിയേറ്റ് പഠിപ്പിക്കാനുണ്ട്. അത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനു വേണ്ടി ഞാൻ പരിശ്രമിച്ചോണ്ടിരിക്കുകയാണ്. അതിന്റെ തയ്യാറെടുപ്പിലാണ്. അപ്പൊ ഈ ഞായറാഴ്ച പോണം. എന്നെ ഒരു മുളന്തുരുത്തിയില്, അത് പറയാൻ കാരണം മുളന്തുരുത്തിയില് ഒരു തയ്യക്കടയിലാണ് ചേച്ചിയുടെ അടുത്ത് തയ്ക്കാൻ പോയി. ആ ചേച്ചി പറഞ്ഞു, ബാ ഒച്ച മുടിയേറ്റ് പഠിക്കുക, ബാ എല്ലാ കഷ്ടപ്പാടും മാറും, ബാ വാന്ന്. ആ ചേച്ചി എന്നെ ഇങ്ങനെ പ്രലോഭിച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഓർത്ത് നേരെ ആയിരിക്കും പോകാന്ന് ഓർത്തിരിക്കുവാണ്. അത് പഠിക്കണമെന്ന് എനിക്ക് പണ്ട് തുടങ്ങിയ ആഗ്രഹമുണ്ട്. പഠിക്കണമെങ്കിൽ നമുക്ക് വ്രതശുദ്ധി വേണം. അപ്പൊ അതിന്റെ തയ്യാറെടുപ്പിലാണ്. അത് എത്ര മാസം കൊണ്ട് പഠിച്ചെടുക്കാന്ന് പറഞ്ഞു? അത് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പഠിക്കണം, പഠിക്കാനുള്ള തെടുപ്പാണ് എന്തായാലും. അപ്പൊ ചേച്ചി ഇപ്പൊ എന്തൊക്കെയാണ് ഈ കലാരംഗത്ത് വർക്ക് ചെയ്യണത്? ഞാൻ എല്ലാ മേഖലയിലും നാടകത്തിന് പോകാണ്ട്. ജില്ലാ മിഷന്റെ നാടകം എനിക്ക് കഴിഞ്ഞ ദിവസം അടിമാലിന്ന് ഒരു അവാർഡ് കിട്ടി. അവര് മെമന്റോ തന്നു. കണ്ണാടി ഇടിച്ച് അണിയിച്ച് നല്ല സോങ്ങറ്, നല്ല അഭിനയം എന്നൊക്കെ പറഞ്ഞാണ് അവര് എനിക്ക് തന്നത്. അല്ല, അതൊക്കെ തന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഞാൻ സുരഭി ചേച്ചിയെ പരിചയപ്പെടുന്ന തന്നെ കുടുംബശ്രീയുടെ അരങ്ങ് അല്ലേ, കുടുംബശ്രീയുടെ അരങ്ങ് പറഞ്ഞൊരു പ്രോഗ്രാം. അപ്പൊ അത് ബ്ലോക്ക് തലത്തിലല്ലേ. ബ്ലോക്ക് തലത്തിൽ ഞാൻ പോയപ്പോ ചേച്ചിയുടെ ഒരു പെർഫോമൻസ് കണ്ടു. നാടൻ പാട്ട്, മാപ്പിളപ്പാട്ട്, കവിത, അങ്ങനെ ഒരുപാട് ലളിതഗാനം, അങ്ങനെ ഒരുപാട് മേഖലയിൽ ഇങ്ങനെ കടന്ന് കഴിവ് തെളിയിക്കുക. തിരുവാതിരക്കളി ഒരു വേദിയിൽ എന്തോളം പരിപാടിയില്ല, അത്രയും ഞങ്ങൾ അവതരിപ്പിച്ച്. സമ്മാനമല്ല, നമ്മുടെ പ്രോഗ്രാം ഭംഗിയാക്കുക. പ്രോഗ്രാം അതാണ് ചേച്ചി ഒരു ലക്ഷ്യം. അല്ലാണ്ട് അവളും സമ്മാനം നമ്മൾ വാങ്ങിക്കൊണ്ട് വരുമെന്നല്ല. എല്ലാത്തിലും പേര് എന്റെ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാത്തിലും പോയി അവതരിപ്പിച്ചു. അതിലെനിക്ക് മറ്റേ ലളിതഗാനത്തിന് ഫസ്റ്റ് കിട്ടി, കവിതക്ക് ഫസ്റ്റ് കിട്ടി, തിരുവാതിരക്ക് ഫസ്റ്റ് കിട്ടി. ഇങ്ങനെ ഞങ്ങള് പോയി കൊളത്തിൽ പോയി. പിന്നെ ജില്ലയിൽ പോയി കഴിഞ്ഞപ്പോ അവിടെ ചെന്നപ്പോ തേടായി പോയി. അവിടെ വെച്ച് മടക്കി വരച്ച് ഞാൻ പോകുന്നു. അല്ല, അങ്ങനെയല്ല, അവിടം വരെ പോകാൻ സാധിച്ചു എന്നുള്ളതാണ് കലാകാരനെ സംബന്ധിച്ച് വലുത് തന്നെയാണ് ചേച്ചി. അല്ല, നമ്മൾ സമ്മാനങ്ങൾ മാത്രമായിട്ട് നടക്കാം. അപ്പൊ എല്ലാം ചേച്ചി ഇത് എന്ത് കാണിക്കാനാണ്? ഞാൻ പറഞ്ഞു, ഇതൊരു ഓർമ്മകളാണ്. നമ്മുടെ ജീവിതത്തിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഇതൊക്കെ നോക്കുമ്പോ നമുക്കൊരു ഓർമ്മ. വാദ്യമേളം പഠിച്ചു. ഞാൻ ആദ്യമായിട്ട് എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? വാദ്യമായിട്ട് ചെണ്ട പഠിച്ചു, ഉടുക്ക്. എത്രാമത്തെ വയസ്സിൽ? അത് 4 വയസ്സ് തുടങ്ങി ഞങ്ങളുടെ അച്ഛന്റെ കൂടെ ഇരുന്ന് പഠിക്കുന്നത്. അച്ഛനാണ് ആശാൻ. എന്റെ അച്ഛനാണ് എന്റെ ആദ്യത്തെ ഗുരു. എന്റെ അച്ഛനാണ്. അച്ഛനിൽ നിന്നാണ് പകർന്നു നിന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ പറക്കാൻ പറ്റൂല. അതൊക്കെ നല്ല വ്രതശുദ്ധിയോടുകൂടി പോണ സാധനങ്ങളാണ്. 6 മാസമാണ് ഇതിന്റെ വ്രതം, 3 മാസം ട്രെയിനിങ്, 3 മാസം നമ്മൾ ഓരോ വീടുകളിൽ പോയി പരിപാടി അവതരിപ്പിക്കണം. അങ്ങനെയൊക്കെയായിരുന്നു. നല്ല കഷ്ടപ്പാടിൽ നിന്നും നമ്മൾ വന്നതാണ്. പക്ഷെ എന്തായാലും ആ കഷ്ടപ്പാടിൽ നിന്നും വന്നെങ്കിലും ഇന്നിപ്പോ സുരഭി ചേച്ചി ഒരു അടിപൊളി കലാകാരിയാ. ഇന്നിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രോഗ്രാമിന് ഒരുപാട് പേര് വന്ന് പെർഫോം ചെയ്താ. പക്ഷെ എന്റെ ക്യാമറയില് ഈ സുരഭി ചേച്ചിയാണ് പറഞ്ഞത്. കാരണം പെർഫോമൻസ്, ഓരോ ഐറ്റംസിനും പേര് വിളിച്ച് കയറുമ്പോൾ ആ സ്റ്റേജിൽ കാണിക്കുന്ന പെർഫോമൻസ് വളരെ വലുത് തന്നെയാണ്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ സുരഭി ചേച്ചിനെ ഒന്ന് പുറലോകം കാണിക്കുക എന്നുള്ളതാണ് ഈ ചാനലിന്റെ ലക്ഷ്യം. അപ്പൊ എന്തായാലും എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റും ഷെയറും ചെയ്ത് കൂടെ തന്നെ ഉണ്ടാവുക. ഇവിടെ കഴിഞ്ഞില്ല, സുരഭി ചേച്ചിയുടെ വിശേഷങ്ങൾ വീണ്ടും തുടരുകയാണ്. ചേച്ചി പിന്നെ കലാരംഗത്തൊക്കെ എന്തൊക്കെ മേഖലയിൽ വേറെ വർക്ക് ചെയ്യുന്നു? നാടകം, പാട്ട്, ക്ലാസിക്കൽ പഠിച്ചു. ക്ലാസിക്കൽ പഠിക്കാൻ കാരണം ഞാൻ അവിടെ ഒരു ഡേ കെയർ ആയിരുന്നു. ഡേ കെയറിൽ ജോലിക്ക് പോയതാണ്. അവിടെ ഇങ്ങനെ പിള്ളേർ ശനി ഞാനും ഡാൻസ് പഠിപ്പിക്കില്ല. അപ്പൊ ഞാൻ പിള്ളേരെ കൂടുതൽ നോക്കണം ഇതിനകത്തോട്ട്, ഡാൻസിലേക്ക്. അപ്പൊ എന്റെ ടീച്ചർക്ക് തോന്നി ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുവല്ല. എന്നോട് ചോദിച്ചു, നിനക്ക് പഠിക്കണമെന്ന് ചോദിച്ചു.
അപ്പൊ അമ്മ ആന്ന് പറഞ്ഞു അങ്ങനെ ഒരു തുളസിയിലെ വറച്ചിട്ട് ഒരു രൂപയും കൊണ്ട് വന്നു. എല്ലാരും 100 200 കഴിക്കുമ്പോ ഞാനൊരു 50 പൈസയും ഒരു തുളസി ഇലയിലും കൊണ്ട് ദക്ഷിണ വെച്ചു. ദക്ഷിണ വെച്ച് ചേച്ചിനെ പഠിപ്പിച്ചു അരങ്ങേറ്റിച്ചു. അരങ്ങേറ്റം നമ്മുടെ ചോറ്റാനിക്കര 10 പൈസ. അതാണ് എന്റെ ഏറ്റവും വലിയ ഇത്. എന്റെ ആഗ്രഹം നിറവേറ്റിയത് അവിടെയാണ്. 10 പൈസ പോലും മേടിക്കാതെ ഞാൻ ആ ഒരു വേദിയിൽ ചേച്ചി എന്നെ അരങ്ങേറ്റം കഴിപ്പിച്ചു. ഓരോ മറ്റേ നവരാത്രികളിലും 2 പ്രോഗ്രാം വെച്ച് പഠിപ്പിക്കും. അപ്പോഴും എന്നോട് 10 പൈസ മേടിച്ചിട്ടില്ല. അങ്ങനെ എന്റെ ഒരു വലിയ ആഗ്രഹം സാധിച്ചത് എന്റെ ടീച്ചറമ്മയാണ്. അത് ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ മറക്കൂല. എന്താ ടീച്ചറുടെ പേരെന്താണ്? ടീച്ചറുടെ പേര് ഗിരിജ സൗവർണിക. അവരുടെ നൃത്തവിദ്യാലയം എവിടെയാണ്? ചോറ്റാനിക്കര ബൈപ്പാസ് റോഡിൽ. അപ്പൊ ചേച്ചി സ്ഥിരം അവിടെ പോയിട്ടാണോ പഠിച്ചുകൊണ്ടിരുന്നത്? എന്തായാലും ഈ ചേച്ചിനെ സപ്പോർട്ട് ചെയ്ത ടീച്ചർക്ക് ഉണ്ടല്ലോ ഒരു ബിഗ് സല്യൂട്ട്. അപ്പൊ എനിക്ക് ഏറ്റവും ഭയങ്കര ആഗ്രഹമാണ് ഈ പരിപാടികൾ എന്ന് പറഞ്ഞാൽ. അതിന്റെ പിള്ളേരാണ് കളിയാക്കി അമ്മച്ചി ഇപ്പോഴും കുഞ്ഞിതാണെന്ന് പറയാം. എനിക്ക് കുഞ്ഞു പിള്ളേരാണ് ഏറ്റവും ഇഷ്ടം. അവരായിട്ട് ഞാൻ കൂടുതൽ അമ്മമാരോട് എനിക്ക് ഇഷ്ടമല്ല. കാരണം കുശുമ്പല്ലേ, അങ്ങനെ എനിക്ക് ഇഷ്ടമല്ല. അത് അവരോട് അപ്പൊ ഡേക്കുള്ള ചേച്ചി ഇവള് ഇപ്പോഴും കൊച്ചിൽ നിന്നും വലുതായിട്ടില്ല എന്ന് പറയും. കൊച്ചുങ്ങളായിട്ട് അതുങ്ങളെല്ലാം ഇങ്ങോട്ടും അല്ലേ ഉള്ളൂ, അല്ലാണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലാറില്ല. അങ്ങനെയൊക്കെ ഇരുന്ന് അങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്. പിന്നെ പാട്ട് ടീച്ചറിന്റെ പേര് സജിനി എന്നാണ്. ഹോൾസ് അക്കാഡമിയിൽ കൊച്ചിനെ കൊണ്ട് ചേർത്തതാണ്. കൊച്ചു എനിക്ക് പറ്റില്ല പഠിക്കാന്ന് പറഞ്ഞു. പിന്നെ ഞാനത് ഏറ്റെടുത്ത് അഡ്മിഷൻ മേടിച്ചിട്ട് പാട്ട് പാടാൻ പറ്റൂലെന്ന് പറഞ്ഞ ആളാണ്. പിന്നെ ഞാനത് പഠിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് പഠിച്ചു. അപ്പൊ ടീച്ചർ ഭയങ്കര ടീച്ചറെ എനിക്ക് ഇഷ്ടമായി, ടീച്ചർക്ക് എന്നെ ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പായി. അപ്പൊ ടീച്ചറിനോട് ഞാൻ പറയും, ടീച്ചറെ എനിക്ക് ലളിതാന മത്സരം കൊണ്ടിട്ടാന്ന് പറഞ്ഞാൽ ഉടനെ ഒരു ലളിതാനം എവിടെന്നെങ്കിലും തപ്പിക്കൊള്ളൊന്ന് പഠിപ്പിച്ചു തരും. അതിനത് പാടും. എവിടെ ചെന്നാലും 10 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പുറകിലോട്ട് ഇന്ന് വരെ പോയിട്ടില്ല. ഈ പറഞ്ഞ ഈ ഓർമ്മകൾ എന്ന് പറഞ്ഞത് ജില്ലാ മിഷനിൽ പാടി എനിക്ക് ഫസ്റ്റ് കിട്ടിയത് ടീച്ചർ പഠിപ്പിച്ചു തന്ന പാട്ടാണ്. അതല്ലേ? എന്നാൽ ടീച്ചർ എടുക്കുന്ന എഫേർട്ട് ഭയങ്കര വളരെ വലുത് തന്നെയാണ്. അത് ആ ടീച്ചർ എന്ന് പറയുമ്പോഴും എന്നോട് 10 പൈസ മേടിച്ചിട്ടില്ല. എന്റെ ഒരു അവസ്ഥ കണ്ടിട്ട് എന്നോട് പൈസ മേടിക്കാറില്ല. ഹോൾസ് അക്കാഡമിയിൽ നിന്ന് പൈസ അടച്ചു പോണതാ. പക്ഷെ അക്കാഡമിയിൽ വന്നിട്ട് ഞാൻ പഠിത്തം നിർത്തി. പൈസ കൊടുക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് ഞാനത് അവിടെ നിർത്തി വെച്ച്. എന്നിട്ട് ഞാൻ സൗവർണിക ഇപ്പൊ അവിടെ വരുവായിരുന്നു ടീച്ചർ. അവിടെ ഇടക്കിടക്ക് ക്ലാസ്സിൽ കയറി ഈ ലളിതാന മത്സരമുള്ളപ്പോ മാത്രം ടീച്ചറുടെ അടുത്ത് ചെല്ലുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പാട്ടൊന്നും പറഞ്ഞ് ചേർന്ന്. പക്ഷേ ഈ മത്സരങ്ങൾ വരുമ്പോ മാത്രം ടീച്ചറിന് പറയുമ്പോ ഇനി ഏത് കൊല്ലത്താ കാണേന്ന് ചോദിക്കും. ഇനി അടുത്ത ലളിതാനത്തിന് കാണാന്ന് പറയും. അങ്ങനെയാണ് എന്റെ പരിപാടി. പക്ഷെ സ്വരങ്ങളൊക്കെ പഠിച്ചെടുത്തു, അത്യാവശ്യ കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തു, ഗീതങ്ങളൊക്കെ പഠിച്ചെടുത്തു. അങ്ങനെ പോയി. അതല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് സുരഭി ചേച്ചിയുടെ ഒരു ലളിതാനം കേട്ടിട്ട് വരാം. അരങ്ങിലെ ഫസ്റ്റ് കിട്ടിയ പാട്ടാണ് ഓർമ്മകൾ മായുമോ. എൻ്റെ ടീച്ചർ പഠിപ്പിച്ചെന്നാണ്. ഞാൻ പാടാം. ഓർമ്മകൾ മായുമോ നീർക്കുമിളകൾ പോൽ ജീവൻ സ്ഫുരിക്കുന്ന ഓർമ്മകളെ. ഓർമ്മകൾ മായുമോ നീർക്കുമിളകൾ പോൽ ജീവൻ സ്ഫുരിക്കുന്ന ഓർമ്മകളെ. കാലത്തിനോക്കുമോ സ്വപ്നത്തിലുള്ളൊരു ജീവിതയാത്രകൻ തേത്തെളിക്കാൻ. കാലത്തിനോക്കുമോ സ്വപ്നത്തിലുള്ളൊരു ജീവിതയാത്രകൻ തേത്തെളിക്കാൻ. ഓർമ്മകൾ മായുമോ നീർക്കുമിളകൾ പോൽ ജീവൻ സ്ഫുരിക്കുന്ന ഓർമ്മകളെ. എന്നു മനശ്വരം ശിലയായി മാറുമോ എന്നു ലഭിക്കുമീ ശാപമോക്ഷം. ഇന്നു മനശ്വരം ശിലയായി മാറുമോ എന്നു ലഭിക്കുമീ ശാപമോക്ഷം. ഏഴകുള്ളൊരു വാർമഴവില്ലേ, ഏഴകുള്ളൊരു വാർമഴവില്ലേ, മാ
മറയരുതേ നീ മറയരുതേ ഓർമ്മകൾ മായുമോ നീക്കുമിളകൾ പോൽ ജീവൻ സ്ഫുരിക്കുന്ന ഓർമ്മകളെ. ചേട്ടന്റെ സപ്പോർട്ട് എങ്ങനെയുണ്ട്? ചേട്ടൻ നമ്മളെ കലാപരമായി ഞങ്ങളുടെ സമുദായ പരിപാടിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മള് എല്ലാ സമ്മാനവും നമ്മൾ മേടിക്കണം. അതാണ് പുള്ളിയുടെ ഇതില്. അല്ല, ചേച്ചിക്ക് ഒരു ടാലന്റ് ഉണ്ട്, ആ ഒരു കഴിവുള്ള ഒരു കവിതയൊക്കെ നമ്മൾ അവിടെ നിന്ന് പഠിക്കുകയാണെങ്കിൽ അത് അങ്ങനെയല്ല ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറഞ്ഞ് തെറ്റി തിരുത്തി തന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ എന്നെ ഈ കലാരൂപത്തിൽ മുളന്തുരുത്തി പഞ്ചായത്തിലെ കലാകാരിയാക്കാൻ തന്നെ കാരണം എന്റെ ഭർത്താവാണ്. എന്റെ ഭർത്താവ് സപ്പോർട്ട് നിൽക്കുന്നത് കൊണ്ട് ഇപ്പോഴും ഞാൻ വേദികൾ മുഴുവൻ പോകണത്. അല്ലെ പോകണ്ടെന്ന് നിർബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പോകാൻ പറ്റില്ല. ആഗ്രഹമുണ്ട് പുള്ളിക്കാരൻ ചിത്രകാരൻ, ചിത്രം വരക്കും, എഴുതും, ബോർഡുകളൊക്കെ എഴുതും. ചേച്ചിയുടെ ഫാമിലിയിൽ ആരൊക്കെ ഇങ്ങനെ കലാരംഗത്തുണ്ടോ? എല്ലാരും കലാരംഗത്തെ. ഏറ്റവും അയാള് നാടൻപാട്ടിന്റെ ട്രൂപ്പിൽ പാടാനൊക്കെ പോണതാണ്. മൂത്ത വെച്ച് സ്വന്തമായിട്ട് നാടകമായിട്ട് സ്വന്തമായിട്ട് അഭിനയിക്കുന്ന ടീമാണ്. ഇപ്പൊ കല്യാണം കഴിഞ്ഞതോടെ സ്വന്തമായിട്ട് അത് മടക്കി ഒതുക്കി വെച്ചേക്കുവാണ്. അത് സ്വയം അങ്ങനെ തിരുത്തി. അത് കഴിഞ്ഞ് മകൻ വലുതായി കഴിഞ്ഞപ്പോ മകൻ ഇത്തിരി പാട്ടൊക്കെ പാടും, ഇളയാള്. അപ്പൊ അവൻ കൈയുയർത്തി പിടിച്ചു ഉയർത്തി കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ വേദികളിലൊക്കെ പാടാൻ പോകും, പാടാൻ തുടങ്ങി. പിന്നെ രണ്ടാമത് ചേച്ചി എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ മാത്രം ഒതുങ്ങി ജീവിക്കുന്ന ഒരാളാണ്. ആ ആളങ്ങനെ പാട്ട് പാടും, നല്ലോണം പാട്ട് പാടും, എങ്കിലും പുറത്തോട്ട് ആരും അറിയില്ല. അപ്പൊ നമ്മളെപ്പോലുള്ള യൂട്യൂബ് ചാനലിലൂടെ ഇതുപോലെ ആരും അറിയാതെ പോകുന്ന കലാകാരന്മാർ അല്ലെങ്കിൽ കലാകാരികളെ പുറലോകത്തേക്ക് കാണിക്കുന്നതാണ് നമ്മുടെ ചാനലിലൂടെ ഏറ്റവും വലിയ ലക്ഷ്യം. ഇപ്പൊ സുരഭി ചേച്ചി എന്ന് പറയുന്ന ഒരു കലാകാരി എത്രമാത്രം വലുതാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല, നമ്മുടെ നാട്ടുകാരും പ്രേക്ഷകരും കാണാൻ വേണ്ടിയിട്ടാണ് എന്റെ പെരുമ്പള്ളിയിൽ എല്ലാവർക്കും അറിയാം. എന്നോട് എല്ലാവരും പറയും നിനക്ക് അവിടെ പോകാൻ പാടില്ലേ, നിനക്ക് ഫ്ലവേഴ്സിൽ പോകാൻ പാടില്ലേ, കോമഡി ഷോയ്ക്ക് പോകാൻ പാടില്ലേ, കോമഡിയും പറയും, കോമഡി ഷോയ്ക്ക് പോകാൻ പാടില്ലേ, മറ്റേ ബമ്പർജിരി പോടി നിനക്ക് പൈസ കിട്ടോടി നീ പോകുന്നു. ഞാൻ പറയും ഞാൻ പോകാനൊരു അവസരം വരും, അന്നേരം ഞാൻ പോകും. അതിനൊക്കെ ദൈവവിളി വേണം. എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഈ ചേച്ചിയുടെ ടാലന്റ് ഒന്ന് മനസ്സിലാക്കാം, ഈ സംസാരത്തിലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ടിവിയിലുകളിലൊന്നല്ല, ഒരു ബിഗ് സ്ക്രീനിലേക്കുള്ള ചാൻസ് ഈ ചേച്ചിയിലുണ്ട്. അത് യാതൊരു സംശയമില്ല. താമസിയാതെ തന്നെ ഒരു സിനിമയിൽ ഒരു വേഷം ചെയ്യാൻ ചേച്ചിക്ക് കഴിവാറാട്ടെ. ഞാൻ നോക്കട്ടെ, ഞാനും പറ്റുകയാണെങ്കിൽ എന്റെ കഴിയുടെ വരുമ്പോൾ ഞാൻ ശ്രമിക്കും. ചേച്ചിക്ക് നല്ലൊരു വേഷം ഉണ്ടായിരിക്കും. കാരണം വെച്ചാൽ ചേച്ചിയുടെ ടാലന്റ് അത്രമാത്രം വലുതാണ്. ഇപ്പൊ സീരിയലൊക്കെ വന്ന ചാളമേരി എന്ത് നല്ല. അയ്യോ മേടിച്ചിട്ട് മേടിച്ചേച്ചി എന്റെ ചേച്ചിയുടെ കൂടെ ചവിട്ടുകാടൻ കളിച്ചതാണ്. അപ്പോഴൊക്കെ ഞങ്ങൾ കുഞ്ഞുങ്ങളാണ്. അന്നേരം ഇവരൊക്കെ ഇങ്ങനെ ചവിട്ടുകാടൻ കളിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു പ്രായത്തിലായിരുന്നു. ചേച്ചി ജൂലിയാളായിട്ട് അവര് മറ്റേ രാജകുമാരിയായിട്ട് അങ്ങനെയൊക്കെ അഭിനയിച്ച ആളാണ് ചേച്ചിനെ. ഞാൻ കുഞ്ഞുനാളിൽ തുടങ്ങി കണ്ട് പരിചയമുള്ളതാണ്. അപ്പൊ ആ ചേച്ചിനെ എനിക്കറിയാം. പക്ഷെ ഞങ്ങളെന്നറിയാം ഓർക്കാൻ കഴിയില്ല, കാരണം ഞങ്ങളൊക്കെ കുഞ്ഞുങ്ങളല്ലേ. അപ്പൊ മൂത്ത ചേച്ചി എന്ന് പറയുമ്പോ ഒരുവിധം ഒരു 10-16 ഏഞ്ചുള്ളപ്പോഴാണ് ആ ചേച്ചിയുടെ കൂടെ ഈ ചവിട്ടുകാടത്തിന് പോയത്. അങ്ങനെ ആ ചേച്ചിനെ അറിയാം. പിന്നെ ഞങ്ങൾ ഈ കഴിഞ്ഞ ഒരു മാസത്തില് ചവിട്ടുകാടകം ഉണ്ടായിരുന്നു. അത് പഠിച്ച് ഞങ്ങള് അമ്പലത്തിലെ ഗ്രൗണ്ടില് അരങ്ങേറല്ല, നമുക്കത് ഗിന്നസ് ബുക്കിലേക്ക് കയറാൻ സാധിച്ചു. 504 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഗിന്നസ് ബുക്കിൽ കയറിയത്. ചവിട്ടുകാടകം ഈ കുടുംബശ്രീ ഒന്നും അറിയാത്ത കലാകാരികളെല്ലാം വന്ന് നിന്ന് ഈ ചവിട്ടുകാടകം കളിച്ചപ്പോ നമ്മള് സ്വർഗം കണ്ടുപോയി. നമ്മള് അത് നമ്മുടെ എറണാകുളത്തപ്പം ഗ്രൗണ്ടില്ലേ, എറണാകുളത്തപ്പം ഗ്രൗണ്ട് അവിടെ ഇപ്പുറത്തായിട്ട് അവിടെ അല്ലേ. അപ്പൊ അങ്ങനെ ഒരു വേദിയിൽ പെർഫോം ചെയ്യാൻ തോന്നിയത് എന്ത് തോന്നുന്നു? സന്തോഷം. അയ്യോ ഞാനൊന്നും എന്റെ സ്വപ്നത്തിൽ വിചാരിച്ചല്ല ഇങ്ങനെയൊക്കെ ഇത്രയും വലിയ വേദിയിൽ മെഗാ സീരിയൽ പോലെ മെഗാ ചവിട്ടുകാടൻ കളിക്കൊന്നും എന്റെ സ്വപ്നത്തിൽ വിചാരിച്ചല്ല. അപ്പൊ അങ്ങനെ വേദികളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കലാകാരെ സംബന്ധിച്ച് വളരെ വലുതാണ്. അത് പറയാൻ പറ്റൂല, ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല. അതിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എന്റെ പഞ്ചായത്തിലെ ഇനി എന്ന് പറഞ്ഞ കൊച്ചാണ്. അയാളിപ്പോ ഇല്ല. അതാണ് ഞാൻ പോലും അറിയാതെ എന്റെ പേര് കൊടുത്തു. പിന്നെ എന്റെ ചെയർപേഴ്സൺ ഗിരിജ സോമൻ എന്നെ വിളിച്ചു പറഞ്ഞു നമുക്കൊരു ചവിട്ടുകാടത്തിന് പോണ്ടേന്ന് ചോദിച്ചു. ഓക്കെ, ഞാൻ എന്റെ പേരാണ് അവിടെ പേര് എഴുതി കഴിഞ്ഞിട്ട് എന്നെ വിളിക്കണം. ചെയർപേഴ്സൺ വിളിച്ചു നമുക്കൊരു ചവിട്ടുകാടം പോണ്ടേന്ന് ചോദിച്ചു. ഓക്കെ പോകാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ചവിട്ടുകാടത്തിന് പോയി. അവിടെ ചെന്ന് ചവിട്ടുകാടം ഒക്കെ പഠിച്ച് ഇതുപോലെ ചവിട്ട് നാടകത്തിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു 2 വരി നമ്മുടെ പ്രേക്ഷകർക്കൊന്ന്
അത് വരിയല്ല, അതിങ്ങനെ സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ. അത് കുടുംബശ്രീനെ പറ്റിയായിരുന്നു. അത് അതിനെ പറ്റി പറയുമ്പോ അവരുടെ മെയിൻ ആൾക്കാരാണ് അത് വേഷമൊക്കെ ഇട്ട്. നമുക്കൊരു റോള്, ഒരു ഇതിന്റെ ബടന്റെ റോള് മാത്രമേ നമുക്കുള്ളൂ. സ്റ്റെപ്പുകൾ മാത്രം കളിക്കാനായിട്ട് അത് മാത്രമേ വന്നുള്ളൂ. പക്ഷെ അതാണെങ്കിലും ഞങ്ങൾ അത് ഭംഗിയായിട്ട് കളിച്ചെന്നുള്ളതാണ്. അതെങ്കിൽ അത് എന്തെങ്കിലും ആവട്ടെ, ആ ഒരു വേഷം കിട്ടിയല്ല എന്നുള്ള സന്തോഷത്തിൽ അതവിടെ ഇന്ന് കളിച്ചു. അതല്ലേ റോള്. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള ഒരുപാട് വേദികളാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ സുരഭി ചേച്ചിക്ക് ഏറ്റവും മനസ്സിൽ സന്തോഷം. എല്ലാ വേദികളിലും ഞാനിപ്പോ കടന്നു കൂടിയിട്ടുണ്ട്. എങ്ങനെയോ നുഴഞ്ഞു കയറി എന്ന് പറയാം. എല്ലാ വേദികളിലും കയറിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എനിക്ക് പൈസയുടെ ഒരു ബുദ്ധിമുട്ട് കാരണം ഡാൻസുകളൊക്കെ മാറ്റി വെച്ചേക്കാണ്. എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ കൊച്ചിന്റെ ഡെലിവറി കേസ് വന്ന കാരണം പൈസക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ മടക്കി വെച്ചേക്കുന്നത്. ഇനി നവരാത്രി കഴിഞ്ഞിട്ട് ഒന്നും കൂടി പടുത്തു ചേർത്ത് എനിക്ക് നാടോടി നൃത്തം കളിക്കണം. നാടോടി നൃത്തം കളിക്കാൻ പോകാറുണ്ട്, ഫസ്റ്റിട്ടാറുണ്ടായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം കളിച്ചില്ല. അപ്പൊ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഒരാൾ പങ്കെടുക്കണ്ട, പിന്നെ എല്ലാരും കൂടി കളിക്കണ്ടല്ലോ എന്ന് നോക്കി ആ പുള്ളിക്കാത്തിക്കാൻ വിട്ടുകൊടുത്തു. അപ്പൊ നമ്മൾ എന്തായാലും പഞ്ചായത്തിൽ നിന്നും ബ്ലോക്കിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ്. ഏറ്റവും കൂടുതൽ എന്റെ മോളംകുത്തി പഞ്ചായത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടാണ്. അത് ഞാൻ ഒരിക്കലും മറക്കൂല. പിന്നെ എന്റെ ടീച്ചർമാര്, എന്റെ ചെണ്ടമാഷാണെങ്കിൽ ഒപ്പം നിന്ന് ഞാൻ കൊട്ടും. ഭരിച്ചു കൊട്ടാൻ നിക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ പറയും കൊട്ടിക്ക് കൊട്ടിന്ന് പറയും. ഞാൻ അവിടെ നിന്ന് കൊട്ടും. അന്നേരം ഒരു കമ്പ്യൂട്ടറിൽ കൊട്ടണമാരെയാണ് കാര്യം. എന്നാലും വലിയ ചെണ്ട എന്നെ കളയുന്നില്ല, പോലും മാത്രമേ കാണുള്ളൂ. എന്നാലും ചെണ്ട കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ചെണ്ടക്ക് ഒരു ഭാരം ഉണ്ടാവൂല, കൊട്ടുള്ളൂ. എന്തോരം വേദികളിലാണ് ഞങ്ങള്. ഞങ്ങള് ഹൈദരാബാദിന് പോയിട്ടുണ്ട്, മൈസൂർ, പിന്നെ ബാംഗ്ലൂര്, ചെന്നൈ, തമിഴ്നാട്, എവിടെയൊക്കെ ലോകമുണ്ട് അവിടെ മുഴുവനും 5 കൊല്ലക്കാലം ഞങ്ങൾ സൂപ്പറായി. അന്നൊന്നും വലിയ മൊബൈൽ ടച്ചുകളൊന്നും ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ മൊബൈലിൽ കയറി പറ്റിയാന്. അത് കഴിഞ്ഞ് പിന്നെ കൊച്ചു 10ാം ക്ലാസ് എത്തിക്കഴിഞ്ഞപ്പോൾ നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. ഞാനത് അവിടെ മടക്കി വെച്ച്. എന്നാലും അത് ഇടക്കൊന്ന് കൊട്ടിയെടുക്കണമെന്നുണ്ട്. അതിന് ഈ വലത്തോണിക്കായിട്ട് വേണം അതൊന്ന് ക്ലിയർ ആക്കി എടുക്കാനായിട്ട്. അപ്പൊ പഠിത്തം നമ്മൾ ഒരിക്കലും പിള്ളേരെ കളയുന്നുണ്ട്. അതെ, അവരും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മള് കല മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. മക്കളെ നമ്മൾ കൊണ്ടുപോകണം. അതെ, അതാണ് ഏറ്റവും വലിയ അത്യാവശ്യം. അപ്പൊ സുരഭി ചേച്ചി എന്തൊക്കെയാണ് ഫാമിലി വിശേഷങ്ങള്? ഫാമിലി എനിക്ക് 2 മക്കളും എന്റെ ഹസ്ബൻഡും അടങ്ങുന്ന, ഞങ്ങൾ 4 പേരും അടങ്ങുന്ന കുടുംബമാണ്. മൂത്താളുടെ കല്യാണം കഴിഞ്ഞു. അയാളിപ്പോ കുഞ്ഞാളായിട്ടിരിക്കുവാണ്. അയാള് മുത്തശ്ശിയായി. അയാള് LLB പഠിക്കുന്നു, 2nd ഇയർ ആയി. ഇപ്പോഴാണ് കുഞ്ഞാവ് വന്നത്. അതാണ് ഇപ്പൊ റെസ്റ്റിലാണ്. ഇനി നവംബർ തുടങ്ങി ക്ലാസ്സിൽ കയറണം. 3rd ഇയറിന് പരീക്ഷ എഴുതണം. അങ്ങനെ ആ ഒരു തയ്യാറെടുപ്പിലാണ്. ഇളയാള് മഹാരാജ് കോളേജിൽ ഡിഗ്രി 2nd ഇയർ BA പൊളിറ്റിക്സ് ആണ് പഠിക്കണത്. എന്റെ ഭർത്താവാണെങ്കിൽ റബ്ബർ ടാപ്പിംഗ് ആണ്, റബ്ബർ തൊഴിലാളിയാണ്. അപ്പൊ രാവിലെ 5 മണിയാകുമ്പോ പോവും, ഉച്ചക്ക് 1 മണിയാകുമ്പോ വരും. പരിപാടി കഴിഞ്ഞ്. എന്റെ ഫാമിലി ഇതാണ്. അടുത്തത് കവിതയാണ്. കവിതയ്ക്ക് എനിക്ക് ഫസ്റ്റ് കിട്ടിയത് ഞാൻ സുജാത ബാബു ചിട്ടപ്പെടുത്തി എഴുതിയ കവിതയാണ്. അത് ഞാൻ 5-6 വരി പാടായുടെ. ആരു നീ സാന്ദ്രമാം മൗനമേ നീ എൻ്റെ ആത്മാവിൽ ആനന്ദ ലഹരിയേ, വർഷസംഗീതമേ പെയ്തുണർന്നിൽ നീ സപ്തവർണ്ണാഞ്ചിത മോഹങ്ങളായി. ആരു നീ സാന്ദ്രമാ മൗനമേ നീ എൻ്റെ ആത്മാവിൽ ആനന്ദ ലഹരിയേ, വർഷസംഗീതമേ പെയ്തുണർന്നിൽ നീ സപ്തവർണ്ണാഞ്ചിത മോഹങ്ങളായി. ആദ്യ പുഷ്പം പോൽ തൊട്ടോരു മുന്നോരെ മനസ്സിൻ്റെ രാഗാത്ര വീജികളിൽ വാസന്തം തീർക്കുന്നു ആർദ്രവി കനവുകൾ. നിന്നെ കുറിച്ചാണ് കാവ്യമെല്ലാം. കണ്ണുകൾ തമ്മിൽ കോർത്തോരു നേരത്ത് മോഹിപ്പു ഞാനിൻ പ്രാണന്റെ തന്തയിൽ പ്രേമാമൃതം ചൊരിയും വാസന്തമല്ലിക കോർത്തിട്ടു നിന്നെ ഞാൻ ഹാരമാകാം. കന്നിമണ്ണായ എൻ്റെ അന്തരംഗങ്ങൾ കാത്തുവെച്ചോരോ മലർക്കൂടയായി നീ എൻ്റെ
പരിപാടി എന്ന് പറഞ്ഞാൽ ഏതൊരു വേദി തന്നെ ആ വേദിയിലെ നമ്മള് എനർജിയാണ്, എനർജിക് ആയിട്ട് അത് ആ പരിപാടി മുഴുപ്പിച്ചെടുക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം. ഇവിടെ എന്ത് പരിപാടി അല്ലെങ്കിലും പിള്ളേരെ എന്നെ വിളിക്കും, ഞാൻ പോയി ചെയ്യും. അത് അവരും എന്നെ കൊണ്ടുവന്ന് ആക്കും. ഇവിടെ എന്റെ കൂടെ ആരും വരാറില്ല, ഞാൻ പോയി അവതരിപ്പിക്കും, തന്നെ വരും. ഇപ്പൊ അവിടെ ജില്ലാ മിഷനിൽ പോയി, ഇവിടെ നമ്മള് കാക്കനാടായിരുന്നു ജില്ലയുടെ, അവിടെ പോയിട്ട് ഇവിടെ വരാനായിട്ട് എന്ത് പാടുപെട്ടെന്ന് അറിയാം. രാത്രി എത്ര മണിക്ക് പരിപാടി? അവിടെ പരിപാടി കഴിഞ്ഞ് നമ്മള് സമ്മാനമൊക്കെ ഉണ്ടല്ലോ, അതിനായിരിക്കില്ലേ സമ്മാനവും മേടിച്ചു, സർട്ടിഫിക്കറ്റും മേടിച്ചു. ഇവിടെ വന്നപ്പോ മണി 8 വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കി. കുറ്റത്തിന് എന്ത് കിട്ടിയെന്നൊന്നും പറഞ്ഞില്ല. അതാണ് എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ടാണ്. ശരിക്കും ഒരു ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് ഒരു കലാകാരൻ അല്ലെങ്കിൽ കലാകാരിക്ക് കിട്ടുന്ന ഏറ്റവും വലുത് തന്നെയാണ്. സുരഭി ചേച്ചിനെ സംബന്ധിച്ചും അത് തന്നെയാണ്. സുരഭി ചേച്ചിയുടെ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സും സുരഭി ചേച്ചിക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ വളരെ സന്തോഷമുണ്ട്. തുടർന്നും സുരഭി ചേച്ചിയുടെ ഈ ജീവിതത്തിലെ ഈ കലാപരമായുള്ള എല്ലാ കഴിവിനും നമ്മുടെ ബ്ലോക്കിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും വീട്ടിൽ നിന്നും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം എന്നുള്ളത് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ചാഞ്ചാടുള്ളി ചാടിഞ്ഞാട് ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടണ പാട്ടു കേട്ടു നീയുടൻ. ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടണ പാട്ടു കേട്ടു നീയുടങ്ങൂ. ആ കണ്ടം ഈ കണ്ടം മേലത്തെ കുഞ്ഞിക്കണ്ടം കണ്ടത്തിനോരത്ത് കുണ്ടും കുത്തി ആയിലയില തേങ്ങോല വിരിച്ചിട്ട് എന്നെ കിടത്തിയിട്ടും പോയതല്ലേ. ആയിലയില തേങ്ങോല പറിച്ചിട്ട് എന്നെ കിടത്തിട്ടും പോയതല്ലേ. വലിയ പറമ്പിന്റെ തെക്കേ മൂലക്കലെ തമ്പ്രം കൂടെ ചൂടി നിൽക്കണുണ്ടേ. വാരിയെടുക്കാനും മാറോടണയ്ക്കാനും ഏറെ കൊതിയുണ്ടേ പൊന്നും തട്ടേ. വാരിയെടുക്കാനും മാറോടണയ്ക്കാനും ഏറെ കൊതിയുണ്ടേ പൊന്നിൻ കട്ടേ. ഇങ്ങനെയൊക്കെ പ്രോഗ്രാം ചെയ്യുമ്പോഴും ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടൊക്കെ പല ഭാഗത്തുനിന്നും കിട്ടാറില്ലേ? അങ്ങനെ അതില് ഞാൻ അരങ്ങിന്റെ പ്രോഗ്രാമിന് പോയപ്പോഴി നിന്നെ ഞാൻ വീഡിയോയിൽ കയറ്റും, നിന്നെ വീഡിയോ കയറ്റുമെന്നും പറഞ്ഞ് എൻ്റെ പുറകെ ഒരാളുണ്ട്. ആ ചേച്ചിയുടെ പേരാണ് പ്രസന്ന എന്ന് പറയും, കാര്യക്കോട്. ആ ചേച്ചിയാണ് എന്നെ ഈ വീഡിയോയിലോട്ട് എത്തിക്കാൻ തന്നെ വലിയ കാര്യം. കാരണം ആ ചേച്ചിക്ക് ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നു. സുരഭി ചേച്ചി എന്ത് മേഖലയിലാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത് നമുക്ക് പ്രേക്ഷകർക്ക് പറയുന്നതായിരിക്കും. ഞാനിപ്പോ ഹരിതകർമ്മസേന, അതായത് നാടിനും നാട്ടുകാർക്കും വേണ്ടി ഒരു നന്മ ചെയ്യുക എന്ന ലക്ഷ്യത്തിൽ ഇറങ്ങിയേക്കണാണ്. അപ്പൊ ഞാൻ അതിലാണ് വർക്ക് ചെയ്യുന്നത്. നന്നായി എന്നെ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. എവിടെ ചെന്നാലും ഞങ്ങൾ പാട്ടൊക്കെ പാടിയേ പോവുള്ളൂ. ഒരു വീട്ടിൽ ചെന്ന് അവിടെ ഒരു 5-6 തിരയണം ഞങ്ങക്ക്. അപ്പൊ എല്ലാം 7 തരം ആക്കുമ്പോ 7 പാട്ട്, ചിലപ്പോ ആ 7 പാട്ട് ഒന്നിച്ച് നിന്നിരിക്കും. അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പൊ പറയാം, ആ നല്ല പാട്ടുകാരത്തിയാണല്ലോ, ഇങ്ങനെയുള്ള ഇങ്ങനെ അവര് അങ്ങനെ പറയും. അന്നേരം അവിടെ അവർക്ക് വേണേ പാട്ട് പാടി കേൾപ്പിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ഞങ്ങൾ നല്ല ഒരു രീതിയിലാണ്. എന്റെ കൂടെ വന്ന രമയാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും, അവളും പാട്ടൊക്കെ പാടും, കവിതയൊക്കെ പാടും. ഇല്ല, പുള്ളിക്കാരത്തിക്ക് അറിയാം, പുള്ളിക്കാരത്തി പാടും. അല്ലാണ്ട് എന്നാലും ഞങ്ങള് ചെല്ലണോടൊക്കെ സന്തോഷമായിട്ട് അവര് ഞങ്ങൾ സ്വീകരിക്കുള്ളൂ. പിന്നെ ആദ്യമായിട്ട് ഇറങ്ങിയൊക്കെ ആദ്യമേ തന്നെ ഈ പ്ലാസ്റ്റിക്കിന്റെ മാലിന്യത്തിന് ഇറങ്ങിയപ്പോ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചു ഞങ്ങൾ. പക്ഷെ അതിൽ നിന്നൊക്കെ കരകയറി ഇന്നിപ്പോ നമ്മളൊരു നല്ല നിലയിൽ നിൽക്കുവാണ്. ഇപ്പൊ നമ്മൾ വാന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കുകയാണ് ഓരോരുത്തർ. എന്താ വരാത്തത്? ഞങ്ങൾ ചായ ഉണ്ടാക്കി വെക്കട്ടെ, അതുണ്ടാക്കി വെക്കട്ടെ. ചായ ഒന്നും വേണ്ട, പ്ലാസ്റ്റിക്കും പൈസയും മതി. ഞങ്ങൾക്ക് 50 രൂപ തന്നാ യൂസ് 50 രൂപ തന്നാ ചായ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ആരും ഇപ്പൊ അങ്ങനെയാണ്. പിന്നെ ചിലപ്പോ ഞങ്ങൾക്ക് മുടക്കം വരികയാണെങ്കിൽ അത് പറഞ്ഞു വരാഞ്ഞിട്ടല്ലേ, അപ്പൊ ഞങ്ങൾ തരൂല എന്ന് പറഞ്ഞവരുണ്ട്. അല്ലാത്തവര് അയ്യോ തരാട്ട എന്ന് പറയണെങ്കിൽ അവര് ഈ അടക്കണവരുണ്ട്.
അതിപ്പോ ചിലപ്പോ ഒരു മാസം നിങ്ങൾ പോയില്ലെങ്കിൽ ആ പൈസ അടുത്ത മാസം അത് നമ്മളെ സംബന്ധിച്ചോളം പാവപ്പെട്ടവര് പിന്നെ നമുക്ക് ഈ 50 രൂപ തന്നില്ലല്ല എന്ന് പറഞ്ഞ് അവര് പൈസ തരും. പക്ഷെ ഒരുവിധ കഴിവുള്ളവരെ പറയണം, നിങ്ങൾ ആ മാസം വന്നില്ലല്ലോ, പിന്നെ എങ്ങനെ ഞങ്ങൾ തരുന്നത് എന്ന് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങളൊന്നും മിണ്ടൂല, കാരണം നമ്മളെ ക്ഷമയോടുകൂടി നോക്കിയിരിക്കണമെന്നാണ് ഞങ്ങളുടെ വിഒ പറഞ്ഞേക്കുന്നത്. ഞങ്ങൾക്ക് പ്രത്യേക ട്രെയിനിങ്ങോടുകൂടി ഞങ്ങൾ വിട്ടേക്കണം. വിഒ പറഞ്ഞേക്കണം, നിങ്ങൾ എവിടെ ചെന്നാലും ക്ഷമ എന്ന് പറഞ്ഞ സാധനം കൈവിട്ട് കളയാതെ. അതാണ് ആ സാധനം ഞങ്ങൾ കൈവിട്ടിട്ടില്ല. അവരോട് ഞങ്ങൾ 2 പാട്ട് പാടാൻ പറ്റുന്ന ആ പാട്ടും പാടിങ്ങ പോരും. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ അവരോട് മസല പിടിക്കാൻ നിൽക്കൂലല്ലേ. അപ്പൊ ഈ ഒരു ജോലിയിൽ കയറിയിട്ട് എത്ര വർഷമായി? ഇപ്പൊ ഞാൻ കയറിയിട്ട് സ്ഥിരം ഇത് തുടങ്ങിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ കൂടെ ഉണ്ട്, ഒരു തണലും താങ്ങായിട്ട്. പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് 1 കൊല്ലമാകാൻ പോണുള്ളൂ. സ്ഥിരമായിട്ട് എനിക്ക് ജോലി കിട്ടിയിട്ട് 1 കൊല്ലമായിട്ടുള്ളൂ. അതിനു മുമ്പേ ഇത് എപ്പോഴാ ഇറങ്ങിയെന്ന് വെച്ചാൽ അപ്പൊ തുടങ്ങി ഇവരെ പാലായിട്ട് ഞാൻ നടക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുമുണ്ട്. പക്ഷെ ഒരാളുടെ വേക്കൻസിയിൽ എന്നെ കയറ്റി ഇപ്പൊ ഞാൻ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. ഈ മഴയും വെയിലൊക്കെ വന്നിട്ട് ഇത്തിരി നമുക്ക് മുടങ്ങേണ്ടി വന്നു, അങ്ങനെ ഒരു ഇത്തിരി ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. എത്താൻ ശ്രമിക്കാറല്ലോ അമ്മോ, നമ്മള് ഇപ്പൊ തന്നെ എന്നെ വിളിച്ചോണ്ടിരിക്കുന്നു. ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോ തന്നെ 2-3 തവണ ഫോൺ കോൾ വരുന്നു, കാരണം സമയമായി എന്നുള്ളൊരു ഇതാണ്. അപ്പൊ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമ്മുടെ സുരഭി ചേച്ചിയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. സുരഭി ചേച്ചിക്ക് ഇനിയും തുടർന്നും ഒരുപാട് വേദികൾ, പഞ്ചായത്ത് ബ്ലോക്ക് തലത്തിലും അവരിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടുകൾ, അത് മാത്രമല്ല സുരഭി ചേച്ചി കിട്ടുന്ന ഓരോ വേദികൾ. ആരുടെ പേരെടുത്ത് പറഞ്ഞില്ല, കാരണം ആരെങ്കിലും പേര് ഞാൻ വിട്ടുപോയ പറയും, എന്റെ പേര് പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഒരു വേദിയിൽ ഞാൻ ഇതുപോലെ ഷൂട്ട് ചെയ്തപ്പോ ഏതോ ഒരു ചേച്ചിയുടെ പേര് പറഞ്ഞില്ല, മെമ്പറുടെ പേര് പറഞ്ഞില്ല. ഈ ഒരു പരാതി നല്ലല്ലേ. എല്ലാവരും പഞ്ചായത്തിൽ എന്തോരം ആൾക്കാരാണ്, എല്ലാവരും എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്നെ കൂടുതൽ സഹായിക്കുന്നുണ്ട്. എല്ലാവരെയും ഞാൻ എന്റെ ഇതിലേക്ക് നന്ദി പറയുന്നു. ഇനി വേണ്ടത് ചേച്ചിക്ക് വേദികളാണ്. അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകർ ഒന്ന് മനസ്സിലാക്കുക, ഈ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, സുരഭി ചേച്ചിയുമായിട്ട് സംസാരിക്കാൻ സാധിക്കും. അപ്പൊ സുരഭി ചേച്ചിയുടെ കഴിവുകൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചോദിച്ചറിയാൻ സാധിക്കും. സുരഭി ചേച്ചിയെ വിളിക്കുക, നല്ല വേദികൾ കൊടുക്കുക, അത് മാത്രമാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളൂ. അപ്പൊ ഒതുങ്ങിക്കള്ളട്ടെ, എല്ലാ പരിപാടിക്കും പോകും, പാട്ട് പാടണോ, ഡാൻസ് കളിക്കണോ, ചെണ്ട കൊട്ടണോ, ഉടുക്കു കൊട്ടണോ, നാടൻപാട്ട് പാടണോ, ശാസ്ത്രം പാട്ട് പാടണം, എല്ലാത്തിനും നമ്മള് അല്ലാണ്ട് ഒരു പരിപാടി മാത്രമായിട്ട് ഒതുങ്ങിക്കൂടുമല്ല. അപ്പൊ അറബിഗാനം നമ്മള് എങ്ങനെയെങ്കിലൊക്കെ പാടി ഒപ്പിക്കും. നമ്മള് അതാണ് നമ്മുടെ മിടുക്ക്. വേദി നമുക്ക് കളയാൻ പറ്റില്ലല്ലോ, അതാണ് എല്ലാ വേദിയിലോട്ടും കയറും, ചാടി കയറും. അപ്പൊ എന്റെ ചെണ്ടമാഷ് പറയാറുണ്ടായിരുന്നു, എന്റെ ആശാൻ പറയുന്ന ചേച്ചിനെ മാറ്റിയിട്ടു, സ്പീക്കറിന്റെ മുമ്പിൽ നിന്ന് മാറ്റി, കളിച്ചിരുന്നാലും പോരൂല, ഐസ്ക്രീം ആണെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നോളൂ. ഓരോ വേദികളും ഞങ്ങള് ഇപ്പൊ കൊട്ടാൻ പോകുമ്പോഴേ അവര് പറയും പാട്ട് പാടാൻ പറയും, സമയം ഉണ്ടാവുമ്പോ. അപ്പൊ ഗ്യാപ്പ് കിട്ടുമ്പോ അപ്പൊ ഞങ്ങൾ പാട്ട് പാടാൻ തുടങ്ങും. അപ്പൊ എന്റെ ആശാൻ പറയും അതിനങ്ങ് മാറ്റി നിർത്തി, അത് പോരൂല, ആ മൈക്ക് കണ്ട പിന്നെ അത് പിന്നെ ചെണ്ടോട്ടാൻ വരൂല, അതുകൊണ്ട് അതിനെ മാറ്റി നിർത്താൻ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഒരുപാട്. സുരഭി ചേച്ചിയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. സുരഭി ചേച്ചിക്ക് ഇനിയും തുടർന്നും ഓരോ വേദികള് നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർ കൊടുക്കുക. ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പൊ സുരഭി ചേച്ചിയുടെ വിശേഷങ്ങൾ അറിയാൻ സാധിക്കും, സുരഭി ചേച്ചിയുടെ പരിപാടികളെ കുറിച്ച് അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന വേദികളാണ് സുരഭി ചേച്ചി എന്ന് പറയുന്ന ഈ ഒരു കലാകാരിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരങ്ങൾ. അപ്പൊ അത് നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ഇവിടുന്ന് ബ്ലോക്കിൽ നിന്നായിക്കോട്ടെ, പഞ്ചായത്തിൽ നിന്നായിക്കോട്ടെ, അവർ കൊടുക്കുന്ന സപ്പോർട്ടും നമ്മുടെ സുരഭി ചേച്ചിയെ സംബന്ധിച്ച് വളരെ വലുത് തന്നെയാണ്. ഇനിയിപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ ഈ ഒരു പഞ്ചായത്തല്ല, നമ്മുടെ കേരളത്തിനകത്തും പുറത്തും അങ്ങനെ ഒരുപാട് വേദികൾ കൈയടക്കാൻ നമ്മുടെ സുരഭി ചേച്ചിക്ക് കഴിയുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അരികിലേക്ക് എത്തും. നിങ്ങളെ എവിടെയും സ്നേഹവും പ്രാർത്ഥനയും കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഇന്നിനും ഇവിടെ വാങ്ങുന്നു. ഗുഡ് ബൈ. സുധീഷ് തേനോർ.